Hey guys, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെഡ്ഫോൺ അൺബോക്സിംഗ് ആണ്. ബോട്ടിന്റെ സൈഡിൽ നിന്ന് വരുന്ന ബാസ് ഹെഡ് 220 എന്ന് പറയുന്ന ഹെഡ്സെറ്റ് ആണ്. ഈ ഹെഡ്സെറ്റിനെ രണ്ട് നെയിമിലാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റത്തെ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ബോട്ട് ബാസ് ഹെഡ് 220 എന്നും ആമസോണിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബോട്ട് ബാസ് ഹെഡ് 225 എന്ന് പറയുന്ന നെയിമിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ഒരു ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. ആകെ കൂടി ആ പിന്നുണ്ടല്ലോ നമ്മുടെ ഇഞ്ചെക്ട് ചെയ്യുന്നത്, നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന പിന്നിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സൗണ്ട് ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെഡ്സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളൊന്നും അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിരുന്ന റിയൽമിയുടെ ബുള്ളറ്റ് 2 എന്ന് പറയുന്ന വയേർഡ് ഹെഡ്സെറ്റാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പ്രൊഡക്റ്റ് വാങ്ങിയത് നമുക്ക് വന്നിരിക്കുകയാണ്. ഇത് ബോട്ടിൻ്റെ ഞാൻ പറഞ്ഞ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ ബോട്ട് ബാസ് ഹെഡ് 220 എന്നാണ് ഈ ഹെഡ്സെറ്റിൻ്റെ നെയിം. അപ്പോൾ എൻ്റെ മുന്നുണ്ടായിരുന്ന ഹെഡ്സെറ്റ് പറഞ്ഞല്ലോ, അത് നമ്മുടെ പപ്പി കടിച്ച് വലിച്ച് 4 കഷ്ണമാക്കി കളഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്കൊരു ഹെഡ്സെറ്റ് അത്യാവശ്യമാണ്. എൻ്റെ കയ്യിൽ TW വയേർഡ് അല്ലാത്ത നമ്മുടെ സാധാരണ മറ്റേ ചവിട്ടിൽ വയ്ക്കുന്ന സാധാരണ പിന്ന് മരത്തിൻ്റെല്ലോ ആ ഹെഡ്സെറ്റ് ഉണ്ട്. ബട്ട് എനിക്ക് എന്തോ അതിൻ്റെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ സൗണ്ട് ലേറ്റൻസിയും പിന്നെ നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കാത്തൊരു ഇഷ്യൂ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റാണ്. അപ്പം നോക്കിയപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 399 രൂപയാണ് ഓഫർ ടൈമിൽ, അല്ലെങ്കിൽ 499 രൂപയാണ് വരുന്നത്. ആ റേഞ്ചിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ. ഞാനിത് തുറക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു 1 ഇയർ ബോട്ടിൻ്റെ ഏത് ഐറ്റംസ് വാങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം 1 ഇയറിൻ്റെ വാറണ്ടി കാർഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഹെഡ്സെറ്റാണ് കേട്ടോ. ഹെഡ്സെറ്റ് ഞാൻ മാറ്റി നിർത്താം. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വല്ലതുണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബഡ്സുകൾ ലഭിക്കുന്നുണ്ട്. അറൗണ്ട് നമുക്കൊരു 4 പെയർ ബഡ്സുകളാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഏറ്റവും യൂണീക്കായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിപ്പ് കിട്ടുന്നുണ്ട്. ഷർട്ടുമ്മേ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ക്ലിപ്പ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വയറേരൊപ്പം കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള ഇങ്ങനത്തെ ഒരു സാധനം സ്പോർട്സ് മോഡലായിട്ടുള്ള ബഡ് ഉണ്ട്. നമ്മുടെ ചെവിട്ടിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് ഇരിക്കാൻ, ഓടുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിരിക്കാൻ ടൈപ്പ് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 3 പെയറും കൂടിയും എക്സ്ട്രാ ആയിട്ടുള്ള ബഡ്സുകൾ ഉണ്ട് കേട്ടോ. അത് തന്നെ ഒരു വലിയൊരു കാര്യം എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റീനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതൊരു ഫ്ലാറ്റ് ടൈപ്പായിട്ടുള്ള വയേർഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കെട്ടിപ്പോ ഇങ്ങനെ ഒന്നും പോക്കറ്റിൽ വെച്ചാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ കുറേ നോക്കി ഒരു കെട്ടുപണയിലും ഇല്ല. പിന്നെ നേരെ ആയി കഴിഞ്ഞാൽ നേരെയായി. എങ്ങനെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോ, ഇങ്ങനെ ആക്കിയാലൊന്നും ഇതാവില്ല, നേരെ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹെഡ്ഫോണിൻ്റെ ഈ ബാക്കിലത്തെ പിന്നുണ്ടല്ലോ, ഇതൊക്കെ മെറ്റൽ ബിൽഡാണ്. അതുകൊണ്ട് തന്നെ ഡാമേജ് ആവോ എന്നുള്ള ഡൗട്ട് എന്തായാലും വേണ്ട. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇവിടെയും മെറ്റലാണ്, ഇത് മാത്രമാണ് പ്ലാസ്റ്റിക്. ഇത് നമ്മുടെ മൈക്കയുടെ സൈഡാണ്. പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി അറിയാനായിരിക്കും. നിങ്ങൾക്കൊരു ബോട്ടിൻ്റെ ഹെഡ്സെറ്റുകളുടെ മെയിനായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ബാസും ബീറ്റൊക്കെ കൂടുതലായിട്ടുള്ള ഹെഡ്സെറ്റാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ ബാസ് കാര്യങ്ങൾ. ഒരു പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ആ ബീറ്റ് കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ബഡ്ജറ്റ് രീതിയിൽ 399 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, വയറും സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ടും നല്ല ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ചവിട്ടിൽ ഇതിൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ക്ലിസ്റ്റർ ക്ലിയർ സൗണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. നല്ല സൗണ്ടാണ്, നല്ല ക്ലാരിറ്റിയാണ്. ബട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബാസാണ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ബാസ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ള സൗണ്ടാണ് ഇതിലൂടെ കേൾക്കാനായിട്ട് സാധിക്കാം. പിന്നെ ഇത് നമ്മൾ ചവിട്ടി ഇതിൻ്റെ പിന്നെ നമുക്ക് പോസിറ്റീവ് സൈഡുകൾ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് കിടക്കുന്ന സമയത്ത് ഇതെന്നുണ്ടെങ്കിൽ ചവിട്ടിൽ വെക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റൽ ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉള്ളതാണ് ഈ ഹെഡ്സെറ്റിൻ്റെ 2 സൈഡ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നന്നായിട്ട് നമ്മൾ കിടന്നിട്ടൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിപ്പോയിട്ട് അങ്ങനെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ
നമുക്ക് ചിലപ്പോൾ ഇത് ഊരിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്, വെയിറ്റ് കൂടുതലുള്ള കാരണം. അങ്ങനെ ഫിറ്റ്നസ്സിന് വേറെ പ്രശ്നമൊന്നുമില്ല, ബട്ട് പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇളകിയാലൊന്നും പോകുന്നൊന്നുമില്ല. ബട്ട് നമുക്ക് എന്താ പറയുക, എനിക്ക് തോന്നുന്നു വെയിറ്റ് കൂടുതലായ കാരണം വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ വോളിയത്തിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഇതിലില്ല. ബാക്കി മറ്റേ നമ്മുടെ റിയൽമിയുടെ ബഡ്സ് 2ൻ്റെ ഉള്ളിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഉണ്ടായിരുന്നു. പിന്നെ ക്യാൻസൽ ചെയ്യാനുള്ളത്, വോയിസ് അല്ലെങ്കിൽ കോൾ വരുന്ന സമയത്ത് ഫോൺ എടുക്കാനും കട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൂടി ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഉള്ളിലില്ല. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു ഹെഡ്സെറ്റ്, പിന്നെ ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പിന്നിനേക്കാളും ഇങ്ങനെ എൽ ടൈപ്പ് ആയിട്ടുള്ള പിന്നാണ് ഇത്രയും കൂടി നല്ലത്. എന്താണെങ്കിൽ കൂടുതൽ ഡ്യൂറബിലിറ്റി കിട്ടാനായിട്ട് ഇങ്ങനത്തെ എന്താ പറയുക പിന്നാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പറയുകയാണെങ്കിൽ ഇവിടെയും മെറ്റൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്ലാസ്റ്റിക് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഓവറോൾ ഇനി കൺക്ലൂഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു 399 രൂപയ്ക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും തരുന്ന ഒരു ഹെഡ്സെറ്റാണ്. കണ്ണും പൂട്ടി നമുക്ക് വാങ്ങാവുന്നതാണ്. ഇത് ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. ഞാനിതിൻ്റെ കുറേ റിവ്യൂസൊക്കെ കണ്ടതിന് ശേഷമാണ് ഇതെൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ് എൻ്റെ കേടായ സമയത്ത്.